മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഏഷ്യാക്ക സബ്സെ സാഫ് സുതര ഗാവ് മാവ്ലിൻ ലോങ് കിസ് രാജ്യമേ ഹെ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിൻയോങ് എന്ന ഗ്രാമം ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. കേരൾ, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, മേഘാലയ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അടുത്തത്, മാവ്ലിൻലോങ് ഗാവ് एशिया के साफ सुथरे गांव के तौर पर कब चुना गया? മാവ്ലിൻലോങ് ഗ്രാമം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതു വർഷം എന്നാണ് ചോദ്യം. 2004, 2023, 2003, 2023. ഏതാണ് ശരിയായിട്ടുള്ളത്? 2003. മാവ്ലിൻലോങ് की सबसे बड़ी खासियत है कि മാവ്ലിൻലോങ്ങിൻ്റെ ഏറ്റവും വലിയ ഖാസിയത്ത് പറഞ്ഞ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? गांव की सारी साफ सफाई गांव वाली महिलाएं करती है. ഗ്രാമത്തിലെ എല്ലാ ശുചിത്വ കാര്യങ്ങളും ഗ്രാമവാസികളായിട്ടുള്ള വനിതകൾ ചെയ്യുന്നു. സ്ത്രീകൾ, വനിതകൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. വനിതകൾ മാത്രമല്ല ചെയ്യുന്നത്. അടുത്തത്, ഗാവ് കി സാരി സാഫ് സഫായി ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ. ഗ്രാമത്തിൻ്റെ ശുചിത്വ കാര്യങ്ങൾ ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ശരി അല്ലേ. ഗ്രാമവാസികൾ എല്ലാവരും സ്വയം ചെയ്തിട്ടാണ് വൃത്തിയാക്കുന്നത് അല്ലേ, ശുചിത്വ കാര്യം. ഈ രണ്ടെണ്ണം കൂടെ വായിച്ചു നോക്കാം. ഗാവ് കി സാരി സാഫ് സഫായി ഗാവ് കെ ബച്ചേ ഹി കർത്തെ ഹെ. ഗ്രാമത്തിലെ എല്ലാ ശുചിത്വ കാര്യങ്ങളും ചെയ്യുന്നത് ഗ്രാമത്തിലെ കുട്ടികളാണ്. ഗാവ് കി സാരി സാഫ് സഫായി ഗാവ് വാലെ ബൂട്ടേ ഹി കർത്തെ ഹെ. ഗ്രാമത്തിലെ ശുചിത്വ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഗ്രാമവാസികളായിട്ടുള്ള അവിടെയുള്ള വൃദ്ധന്മാരാണ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, ഇത് രണ്ടും ശരിയല്ല. ശരിയായിട്ടുള്ളത് ഏതാണ്? ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ അല്ലേ. ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു, എല്ലാ ഗ്രാമവാസികളും സ്വയം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മാവ്ലിൻയോങ് മേ പൂരി തരസെ പ്രതിബന്ധിത ചീസ് കോൺസി ഹെ. മാവ്ലിൻയോങ്ങിൽ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? പെട്രോൾ. ശരിയാണോ? അല്ല. രാസായനിക ഖാദ്, രാസവളം ആണോ? തെറ്റ്. പ്ലാസ്റ്റിക്. ഏതാണ് ശരി? പ്ലാസ്റ്റിക് ആണ് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്. അടുത്ത നോക്കാം. മാവ്ലിൻയോങ് ഗാവ് മേ ഡസ്റ്റ്ബിൻ കിസ് സേ ബൻത്തെ ഹെ. മാവ്ലിൻയോങ് ഗ്രാമത്തിൽ ഡസ്റ്റ്ബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മിട്ടി സേ, സിമെൻറ്റ് സേ, ബാംസ് സേ, പ്ലാസ്റ്റിക് സേ. മണ്ണ് കൊണ്ട്, സിമെൻറ്റ് കൊണ്ട്, മുള കൊണ്ട്, പ്ലാസ്റ്റിക് കൊണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? മുള കൊണ്ട്, ബാംസ് സേ. അടുത്ത നോക്കാം. ഗാവ് വാലോം കോ അഗർ കഹി ഗന്ദഗി നസർ ആത്തി തോ വേ ക്യാ കർത്തെ ഹെ. ഗ്രാമവാസികൾക്ക് ഒരു പക്ഷേ എവിടെയെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ, ഗന്ദഗി നസർ അവരുടെ കണ്ണിൽപ്പെടുകയാണെങ്കിൽ, വേ ക്യാ കർത്തെ ഹെ അവരെന്താണ് ചെയ്യുന്നത്? ഗ്രാമവാസികൾ ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും മാലിന്യം കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും ആ മാലിന്യത്തിനെ എന്നാണ് ചോദ്യം. ഗാവ് വാലെ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹെ. ഗ്രാമവാസികൾ പെട്ടെന്ന് തന്നെ ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടുന്നു. ബാക്കി 3 വായിക്കാം. ഗാവ് വാലെ ഫൗരൻ പുലീസ് കോ ബുലാത്തെ ഹെ. ഗ്രാമവാസികൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കും. ഗാവ് വാലെ ഫൗരൻ സഫായി വാലെ കോ ബുലാത്തെ ഹെ. ഗ്രാമവാസികൾ സ്വയം എന്ത് ചെയ്യും? പെട്ടെന്ന് സഫായി വാലെ കോ ബുലാത്തെ ഹെ. ശുചിത്വ കർമ്മം ചെയ്യുന്നവരെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗാവ് വാലെ ഫൗരൻ നഗരപാലികക്കോ ഫോൺ കർത്തെ. നഗരപാലകർക്ക് എന്ത് ചെയ്യുന്നു? ഫോൺ ചെയ്യുന്നു. ഇതൊക്കെ ശരിയാണോ? അല്ല. ശരിയായിട്ടുള്ള ഏതാണ്? ഗാവ് വാലെ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹെ. ഒന്നാമത് തന്നെയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. അഗർ സഡക്ക് പർ ചലത്തെ ഹുയെ ഗാവ് വാലോം കോ കഹീം ഭി കച്ചറ നസർ ആയേ തോ വേ പഹലെ ക്യാ കർത്തെ ഹെ. റോഡിലൂടെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വേസ്റ്റ് കാണുകയാണെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വേ കച്ചരയൊക്കെ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ. അവർ ആ ചപ്പ് ചവറിന് എന്ത് ചെയ്യുന്നു? ഡസ്റ്റ്ബിനിലിടുന്നു.
വേ കച്ചരയൊക്കെ ഗറിലെ ജാത്തെ അവർ പിന്നെ വേസ്റ്റ് എന്താ ചെയ്യുന്നത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വേ കച്ചരയൊക്കെ ജലാത്തെ ഹേ ചിലരെന്ത് ചെയ്യുന്നു വേസ്റ്റിനെ കത്തിക്കുന്നു. വേ കച്ചരയൊക്കെ ഗഡ്ഡേമേ ഡാൽത്തെ ഹേ ചിലർ ആ വേസ്റ്റിനെ കുഴിയിലിടുന്നു. ഇതൊക്കെയാണോ ശരി? ശരിയായിട്ടുള്ളത് ഏതാണ്? വേ കച്ചരയൊക്കെ ഡസ്റ്റ്ബിന്മേ ഡാൽത്തെ ഹേ അവരെന്ത് ചെയ്യുന്നു ഡസ്റ്റ്ബിന്നിലിടുന്നു വേസ്റ്റുകളൊക്കെ. മാവലിൻ ലോങ് ഗാവ് കോ കിസ് ബീമാരിനെ ബുരി തര പക്കഡ് ലിയാ താ മാവലിൻ ലോങ് ഗ്രാമത്തിനെ മോശമായ രീതിയിൽ പിടിപെട്ട രോഗം എന്തായിരുന്നു? ഹൈജ എന്ന കോളറ രോഗമായിരുന്നു മോശമായ രീതിയിൽ പിടിപെട്ടത്. കോളറ പറഞ്ഞാൽ ബുക്കാർ കോളറ കോളറയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ചുവട്ടിലുള്ള ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം. ബുക്കാർ, कैंसर, मधुमेह ഇതിൽ നിന്നാണ് ഹൈജ എന്ന ഉത്തരം വരുന്നത് കേട്ടോ. मावलिन गांव में मेडिकल सुविधा न होने के कारण बीमारी के छुटकारा पाने का एकमात्र उपाय क्या है? ഏതായിരുന്നു? സഫായി കർണ അല്ലേ, ശുചിത്വമായിരുന്നു ഏകമാത്ര ഉപായം. ഇതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് പിന്നെ കോളറ എന്ന രോഗത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള ഏകമാത്ര ഉപായം എന്തായിരുന്നു? സഫായി കർണ എന്തായിരുന്നു? सही प्रस्ताव कौन सा है ना लास्ट क्वेश्चन. चाहे खाना हो, घर हो, गाँव हो या फिर अपना शरीर ही क्यों न हो सफाई जरूरी है. അടുത്ത വരുന്നത് चाहे खाना हो, घर हो, गाँव हो या फिर अपना शरीर ही क्यों न हो सफाई जरूरी नहीं है. തെറ്റാണല്ലേ. സഫായി സെരൂരി ഹേ എന്നുള്ളതല്ലേ ശരി. എന്താണ്? ശരീരമായാലും എന്തായാലും ഭക്ഷണമായാലും വീടായാലും ഗ്രാമമായാലും എവിടങ്ങളിലായാലും എന്തത്യാവശ്യമാണ്? സഫായി സെരൂരി ഹേ വൃത്തി ശുചിത്വം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.